ധർമ്മധ്വനി ശ്രേഷ്ഠർ പുരയാടിയതായ മൊഴി ഇതു നന്മകനി നാം അതെടുക്കുന്ന മോഹിനി വരയും വാക്കും സ്വരവും തീർക്കും ഈ നാട്ടിൽ നീതി ഉറപ്പിക്കും. وإلى قراءة أهل الخير والصلاة كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا مولانا محمد. اللهم اوصل مثل ثواب ما كرهناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة روح نبينا وشفينا محمد المصطفى صلى الله عليه وسلم وإلى أغراض أهل الخير والصلاح كلهم أجمعين. اللهم زد لهم تعظيما وتشريفا وتكريما ولدرجاتهم في الجنة. اللهم احفظ علينا وعلى والدينا وعلى أساتذتنا وعلى أقربائنا وعلى من تعلق بنا من فيوضاتهم يا مفيض الفيوضات. اللهم ربنا وإياهم بتربيتهم واهمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بارك لنا في كل أمورنا لا سيما في أمرنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم بارك لنا وبارك من اللهم بارك لنا وبارك من نبيناهم يا رب العالمين. اللهم اشف أمراضنا وأمراض آبائنا وأمهاتنا وأساتذتنا وأمراض من نبيناهم يا شافي الأمراض. اللهم اجعل التوفيق رفيقنا وصراط المستقيم طريقنا. أوصلنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. SSF 28ാമത് സാഹിത്യോത്സവം അമരമ്പലം നോർത്ത് സെക്ടറിൽ ഓഗസ്റ്റ് 7-8 തീയതികളിൽ നടന്നു വരികയാണ്. 28 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ മഹത്തായ കലാവേദി കേരളത്തിന് പുറത്തും കേരളത്തിലും തമിഴ്നാട്, കർണാടക,
പോലെയുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റു GCC രാജ്യങ്ങളിലും അതിവിപുലമായി തന്നെ നടന്നു വരികയാണ്. കേരള കലോത്സവ വേദി മാത്രം കണ്ടു പരിചയമുള്ള ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത്, ഒരു സംഘടനാ ലെവലിൽ ഒരു സാഹിത്യ കലാവേദി ഒരു സംഘടനയ്ക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് SSF എന്ന് പറയുന്ന മഹത്തായ സംഘടനയ്ക്ക് മാത്രമാണ്. എന്നിരർപ്പിതമായ കർത്തവ്യം ഈ മഹത്തായ വേദിക്ക് സ്വാഗതം ഓതുക എന്നതാണ്. ഇവിടെ 2021 SSF അമരമ്പലം നോർത്ത് സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ അൽത്താഫ് പതിനാറുങ്കൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ സന്ദേശ പ്രസംഗം നടത്തുന്നത് സാദാത്ത് മമ്പാട് അവറുകളാണ്. അദ്ദേഹത്തെ ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സാഹിത്യോത്സവ വേദിയിൽ ആശംസ അറിയിക്കുന്ന നമ്മുടെ പ്രാസ്ഥാനിക നേതാക്കന്മാരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ പരിപാടി വീക്ഷിക്കുന്ന നമ്മുടെ സെക്ടർ SSF പ്രതിനിധികൾ, അതുപോലെ നമ്മുടെ SSFൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, മത്സരാർത്ഥികൾ, ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് SSF അമരമ്പലം നോർത്ത് സെക്ടർ പ്രസിഡന്റ് ഫാസിൽ സക്കാഫി മാമ്പറ്റയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, സംഘടനയുടെ നേതാക്കളെ, ഭാരവാഹികളെ, കലാസ്നേഹികളെ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFൻ്റെ 28ാമത് എഡിഷൻ സാഹിത്യോത്സവിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് ആവേശത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാമാരി മൂലം ഒട്ടും നോർമലല്ലാതെ ദൈനംദിന ജീവിതത്തിനെ പല വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ കൊണ്ടും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ടും ജീവിതത്തെ ശരിയായി നിർവചിക്കാൻ കഴിയാതെ, അടയാളപ്പെടുത്താൻ കഴിയാതെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ പരീക്ഷക്കാലങ്ങളിലൂടെ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അടച്ചിട്ട കാലത്തും കലാ മത്സരങ്ങൾക്കോ കലാമാമാങ്കങ്ങൾക്കോ അടച്ചിടൽ ബാധകമല്ല എന്ന ഒരു തീരുമാനത്തിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും SSF സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കലാ സാഹിത്യ ഉത്സവങ്ങൾക്ക് പുതിയ കാലത്ത് പഴയ കാലത്തിനേക്കാൾ ഉപരിയായി അതിപ്രസക്തിയുണ്ട് എന്ന് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ നോർമൽ കാലത്താണ്. നിപ്പയും പ്രളയവും മഹാമാരിയും നമ്മുടെ സമീപകാല ജീവിതത്തിനെ എത്രമാത്രം തകിടം മറിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ അവ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്
നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, പുതിയ ജീവിത പരിസരങ്ങളിലേക്ക് നാം അതിനെക്കുറിച്ചൊന്ന് വിചിന്തനം നടത്തിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ദാരുണമായിക്കൊണ്ടുള്ള ചില ഓർമ്മകൾ തന്നെയായിരിക്കും. കോവിഡ് മഹാമാരിയുടെ ഈ പ്രത്യാഘാത സമയത്തും രണ്ടാം തരംഗവും നമ്മിലേക്ക് മരണനിരക്കുകളും ചികിത്സയുടെ കണക്കുകളും വർദ്ധിപ്പിച്ച് ദൈനംദിന രോഗവ്യാപനത്തിന്റെ കാര്യങ്ങൾ നമ്മിലേക്ക് അറിയിച്ചു തരുമ്പോഴും നാം ഒക്കെ വീടിന്റെ ഉള്ളറകളിൽ അടച്ചിട്ടിരിക്കാൻ ബാധ്യസ്ഥരായിക്കൊണ്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം നാം പുറത്തിറങ്ങേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ അടച്ചിടുക എന്നാൽ ശരീരത്തിനെയും മനസ്സിനെയും പരിപൂർണമായി ചങ്ങലക്കിട്ട് വയ്ക്കുന്നതല്ല, നമ്മുടെ സർഗാത്മക ശക്തികളെ, സർഗാത്മക ശേഷികളെ, നമ്മുടെ സർഗാത്മക കഴിവുകളെ വരയായും വരിയായും വർണ്ണനയായും പാട്ടായും പറച്ചിലായും അടയാളപ്പെടുത്താനുള്ള, പ്രകടിപ്പിക്കാനുള്ള, അത്തരത്തിലുള്ള സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള ഇടമായിക്കൊണ്ടാണ്, പറയാനുള്ള വേദിയായിക്കൊണ്ടാണ് ESSF സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവുകൾ നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വര, നമ്മുടെ വരി, നമ്മുടെ പാട്ട് പറച്ചിലുകൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിക്കൊണ്ട് നാം തീർച്ചയായിട്ടും കാണുകയും അതിനെ വേണ്ട വിധത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട പുതിയ കാലത്താണ് നാം ജീവിച്ചു പോരുന്നത്. ഭരണചക്രങ്ങൾ മാറി മാറി വരുന്ന പുതിയ കാല ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണച്ചുക്കാൻ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിട്ട് ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് അവരുടെ വംശത്തിന്റെ മേൽ, സമുദായത്തിന്റെ മേൽ പേരിന്റെ പേരിലും ജാതിയുടെ പേരിലും പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങളിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിലെ വിഭാഗങ്ങൾ ജീവിച്ചു പോരുന്നത്. ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലും പേരിന്റെ പേരിലും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തേണ്ടത്, പ്രതിരോധിക്കേണ്ടത് നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ ഭാഗമായിക്കൊണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കൂടെ നാം കൊണ്ടു നടക്കേണ്ട ഒരു ഉപാധിയായിക്കൊണ്ട് മാറിയിട്ടുണ്ട്. ഭരണകൂട ഫാസിസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിന്റെയും ജീവന്റെയും മേൽ അതിക്രമിച്ചു കയറുമ്പോൾ തീർച്ചയായിട്ടും അവരുപയോഗിക്കുന്ന വടിവാളുകളോ ബോംബുകളോ മാരക ആയുധങ്ങളോ തിരിച്ചു പ്രയോഗിക്കാൻ മതത്തിലോ നമ്മുടെ ആദർശത്തിലോ രാജ്യത്തിന്റെ നിയമ സംഹിതകളിലോ നമുക്ക് ഇടമില്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ധർമ്മത്തിന്റെയും നീതിയുടെയും, എന്നാൽ ഒട്ടും വീര്യം ചോരാത്ത വാക്കിന്റെയും വരയുടെയും വർണ്ണനകളുടെയും അകമ്പടി പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെയുള്ള പ്രാധാന്യം പലയാവർത്തി നിങ്ങളെല്ലാവരും കേൾക്കുകയും അറിയുകയും ചെയ്തതായിരിക്കാം. മതത്തിൽ കലയ്ക്കും സാഹിത്യത്തിനും വളരെയധികം സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അതിലെ ആദ്യ വചനം തന്നെ നീ വായിക്കുക എന്നുള്ള കലയെയും സാഹിത്യത്തെയും വായനയെയും എഴുത്തിനെയുമെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാചകം കൊണ്ടാണ്.
ഖുർആനിലെ മാതൃക പോലെ തന്നെ പ്രവാചക മാതൃകകളും നമുക്ക് ചരിത്രങ്ങളിലൂടെ, ഹദീസുകളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. മതവും പ്രവാചകരും അവരുടെ താബിഈകളും പൂർവികരും കലയ്ക്കും സാഹിത്യത്തിനും എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട്, അവരുടെ ജീവിതത്തിന്, ആദർശ വിജയത്തിന്, ആദർശ സംരക്ഷണത്തിന് കലയും സാഹിത്യവും എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. 921 കാലഘട്ടങ്ങളിൽ മലബാറിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ അടക്കമുള്ള വിപ്ലവ കൃതികൾ വഹിച്ചിട്ടുള്ള സ്ഥാനം എത്രത്തോളമെന്നത് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു ഫലിപ്പിക്കേണ്ടതല്ല. ഇത്രമാത്രം കലയ്ക്കും സാഹിത്യത്തിനും പ്രാധാന്യം നൽകിയ ഒരു മതത്തിന്റെ അനുയായികളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാക്കും വരയും മൂർച്ച കൂട്ടേണ്ടത് കാലഘട്ടത്തിന്റെ, നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. വാക്കുകൾക്കും വരകൾക്കും വരികൾക്കും വർണ്ണനകൾക്കും മൂർച്ച കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായി കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള അതിക്രമ സംഭവങ്ങൾ ഒരുപക്ഷെ നാം ഏൽക്കേണ്ടി വന്നേക്കാം എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്ത് നിന്നും കൊല ചെയ്യപ്പെട്ട അനേകമായിരം സാഹിത്യകാരന്മാരുടെ, സാഹിത്യകാരികളുടെ ചരിത്രം നമ്മോട് വിളിച്ചറിയിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. സമീപകാലത്ത് താലിബാന്റെ ഭീകര ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന അഫ്ഗാൻ കൊമേഡിയനായിട്ടുള്ള നാസർ മുഹമ്മദിനെ പോലെയുള്ള, ഹിന്ദുത്വ ഭീകര സംഘടനകൾ വധിച്ച പുലിറ്റ്സർ ജേതാവ് കൂടിയായ ഇന്ത്യയുടെ മികച്ച ഫോട്ടോഗ്രാഫർ ഡാനിഷ് സിദ്ദീഖിയെ പോലെ എഴുതിയതിന്റെ പേരിൽ ഭാരത മണ്ണിൽ നിന്നും തുടച്ചുമാറ്റപ്പെട്ട അനേകമായിരം സാഹിത്യകാരന്മാർ, കൽബുർഗിയെപ്പോലെ, ഗോവിന്ദ് പൻസാരയെപ്പോലെ, ഗൗരി ലങ്കേഷിനെപ്പോലെ, പെരുമാൾ മുരുകനെപ്പോലെ എഴുത്ത് നിർത്തേണ്ട സാഹചര്യം വരെ വന്ന ഒരുപാട് സാഹിത്യകാരന്മാർ. ഗൗരി ലങ്കേഷും ഗോവിന്ദ് പൻസാരയും എന്തിനു വേണ്ടിയിട്ടാണ് വീരമൃത്യു വരിച്ചതെന്ന് നമുക്കെല്ലാവർക്കും ചരിത്രത്താളുകളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. പറയുന്നവനെ, പ്രതികരിക്കുന്നവനെ, ധർമ്മത്തിന്റെ ഭാഷ കൊണ്ട് പ്രതികരിക്കുന്നവനെ ഇല്ലാതെയാക്കുക എന്ന തിയറിയാണ് ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്ത്, ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചക്രമിക്കാൻ ബോംബോ, വടിവാളോ, ആയുധങ്ങളോ എടുത്താൽ തീവ്രവാദികളാക്കുന്ന ഭരണകൂട തന്ത്രങ്ങൾ, ആയുധങ്ങളില്ലാതെ വാക്കുകൊണ്ട് പറഞ്ഞും എഴുതിയും പ്രതിഷേധിച്ചാൽ രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലാതെയാക്കുന്ന ഫാസിസ്റ്റ് തന്ത്രങ്ങൾ. ഈയൊരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് വേണ്ടി നാം മൗനിയാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സമരം. സംഘടന മുന്നോട്ട് വെക്കുന്ന ധർമ്മത്തിന്റെ സമരങ്ങൾ വിളിച്ചറിയിക്കുന്നതും ഇത് തന്നെയാണ്. സമീപകാലത്ത് SSF സംഘടിപ്പിച്ച പകലന്തി പ്രക്ഷോഭമൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. സംഘടനയുടെ ഒരു സമരങ്ങളും ഇന്നേ വരെ ആയുധമേന്തിക്കൊണ്ടോ അക്രമാസക്തമായിക്കൊണ്ടോ നടത്തിയിട്ടില്ല എന്നുള്ളതും അതിന്റെ ധാർമ്മികതയെ നമ്മോട് വിളിച്ചറിയിക്കുന്നുണ്ട്. നമ്മുടെ എഴുത്തുകളെ, വരിയെ എത്രമാത്രം ഭരണകൂട ഭീകരതകൾ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം മാത്രം, ഒരു മിനി കഥ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു കുഞ്ഞു കഥയാണ്. കൊലക്കുറ്റത്തിന് വേണ്ടി വിചാരണ ചെയ്യാൻ വേണ്ടി ന്യായാധിപന്റെ മുൻപിലെത്തിയിട്ടുള്ള കുറ്റവാളിയോട് ന്യായാധിപൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അയാളെ കൊന്നത്? ന്യായാധിപന്റെ ചോദ്യത്തിന് ആ പ്രതി ന്യായാധിപന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, പേടിച്ചിട്ടാണ് സാർ. ന്യായാധിപൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അയാൾ ഒരു സംഘടനയുടെയും നേതാവല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളെ പേടിക്കുന്നത് എന്ന്.
പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളെ കൊന്നത് എന്ന്. പ്രതി വീണ്ടും പറയുന്നുണ്ട്, പേടിച്ചിട്ടാണ് സാർ. ന്യായാധിപൻ വീണ്ടും ചോദിക്കുന്നു, അയാൾ സ്ഥിരമായിക്കൊണ്ടോ ഭാഗികമായിക്കൊണ്ടോ ആയുധങ്ങൾ കയ്യിലേന്തി നടക്കുന്ന ആളല്ലല്ലോ. ഒരു നിരായുധനായിട്ടുള്ള പാവം ആളെ നിങ്ങൾ എന്തിനാണ് കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രതി പറയുന്ന മറുപടി, അയാളുടെ പോക്കറ്റിൽ എപ്പോഴും ഒരു പേനയുണ്ടാവാറുണ്ട് സാർ എന്നുള്ളതാണ്. അപ്പോ പേനയെ പേടിക്കുന്ന കാലത്ത്, പേനയെ ഭരണകൂടം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പേനകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വരികൾ, നമ്മുടെ ചിത്രങ്ങൾ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ലാ സമരങ്ങളായി തീരട്ടെ. അതിനുള്ള വേദിയാവട്ടെ ഇത്തരത്തിലുള്ള സാഹിത്യോത്സവുകൾ. അതിലുള്ള മൂർച്ച കൂട്ടാൻ നിങ്ങൾ സജ്ജമാക്കുന്ന നിങ്ങളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വിശുദ്ധ വാക്യം കൊണ്ട് ഈ സെക്ടർ തല സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, SSF അമരമ്പലം നോർത്ത് സെക്ടർ സാഹിത്യോത്സവിന്റെ ഉദ്ഘാടന വേദിയെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ലോകം വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർ വിഷമത്തിലും മനസ്സംഘർഷത്തിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സുകളിലേക്ക് ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പകർന്നാണ് സാഹിത്യോത്സവങ്ങൾ വീണ്ടും സാംസ്കാരിക കൈരളിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കലാസാഹിത്യ മേഖലകളിൽ കഴിഞ്ഞ 28 വർഷക്കാലമായി അതിരുകളില്ലാത്ത സംഭാവനകളാണ് SSF എന്ന സംഘടനയും അതിന്റെ സാഹിത്യോത്സവവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മഹാമാരിക്കാലത്തും സാധ്യമായ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സാഹിത്യോത്സവങ്ങൾ നടത്താൻ തയ്യാറാകുന്നു എന്നത് തന്നെ കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് SSF എത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്താണ് കല എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു നിർവചനം നൽകാൻ ലോകത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. പ്രപഞ്ചത്തിൽ നാം കാണുന്ന കാഴ്ചകളെ മുഴുവൻ നമുക്ക് കലയുമായി കണക്ട് ചെയ്യാനാകും. വളരെ സിമ്പിളായി പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളിലുള്ള ആശയങ്ങളുടെ ആവിഷ്കാരമാണ് കലകൾ എന്ന് പറയുന്നത്. ഒരു കലാകാരൻ 24 മണിക്കൂറും തുറന്നുവെച്ച ക്യാമറകൾ പോലെയാകണം. തന്റെ ചുറ്റിലും നടക്കുന്ന മുഴുവൻ കാഴ്ചകളെയും ഒപ്പിയെടുത്ത് നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഒരു കലാകാരന്റെ ദൗത്യമാണ്. തന്റെ പ്രതിഭാത്വം ധാർമ്മികമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് കല സാർത്ഥകമാകുന്നത്. അവയെ നാടിനും സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്രദമാകും വിധം വിനിയോഗിക്കുമ്പോഴാണ് ഒരു കലാകാരൻ യഥാർത്ഥമായും പൂർണ്ണതയിലെത്തുന്നത്. വരയും വരിയും വർണ്ണനകളും പാട്ടും പ്രസംഗവുമൊക്കെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ടായിരിക്കണം. ഒരു യഥാർത്ഥ കലാകാരൻ എന്ന് പറഞ്ഞാൽ അവൻ ഭാവിയെ കൂടി കാണാൻ സാധിക്കുന്നവനാവണം. തിന്മകൾക്ക് നേരെ തന്റെ പ്രതിഭാത്വം കൊണ്ട് ശബ്ദമുയർത്തുന്നവനാവണം യഥാർത്ഥ കലാകാരൻ. അങ്ങനെയുള്ള കലാകാരന്മാർ എന്നും സ്മരിക്കപ്പെടും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിത അത്തരുണത്തിലുള്ളതാണ്. ആ കവിതയിലെ ഏതാനും ചില വരികൾ ഇങ്ങനെയാണ്: നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. അങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത്. ആ കവിതയുടെ മധ്യത്തിൽ ഒരു വരി നമുക്ക് ഇങ്ങനെ കാണാം: ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളിയുണർന്ന ബാല്യങ്ങൾ, ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ. ആ കവിതയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു വരിയുണ്ട്:
നാളെ ഞാനും നിന്റെ നാടും ഈ മുളങ്കാടും ലേലമിട്ടു വിരുന്നുകാർക്ക് വിളമ്പുമെന്നുണ്ണി. ആ കവിതയിലെ പ്രസക്തമായ വരികളിൽ ചിലതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. അതിന്റെ അർത്ഥം എത്രയോ വിശാലമാണ്. നന്മകൾക്ക് നിറം കെടുന്ന ഒരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകളുടെ ശോഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നന്മകൾക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. മറിച്ചോ, തിന്മകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. തിന്മകൾക്ക് പ്രാധാന്യം നൽകുന്ന, തിന്മകൾക്ക് വീരപരിവേഷം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആർത്തുല്ലസിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കുരുന്നുമക്കൾ പുഴകളിലും ആറുകളിലും നീന്തി തിരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ പുഴകളിൽ ഇപ്പോൾ അർബുദപ്പുണ്ണായി മണൽക്കുഴികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ക്യാൻസർ മനുഷ്യനെ നശിപ്പിക്കുന്നത് പോലെ പുഴകളെ നശിപ്പിക്കുന്ന ക്യാൻസറുകളായി മണൽ മാഫിയ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കവിതയിലൂടെ മുരുകൻ കാട്ടാക്കട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനം ഞാൻ പറഞ്ഞു വെച്ച വരികൾ അതാണ് ഏറ്റവും പ്രസക്തമായി ഭാവിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കവി തന്റെ ഭാവനയിൽ വിശദീകരിച്ചത്. അതിങ്ങനെയാണ്: നാളെ ഞാനും നിന്റെ നാടും ഈ മുളങ്കാടും ലേലമിട്ടു വിരുന്നുകാർക്ക് വിളമ്പുമെന്നുണ്ണി. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എത്ര അർത്ഥവത്തായ വരികളാണ്. ഈ കവിത എഴുതുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കവിതയുടെ അർത്ഥം, ഈ വരികളുടെ അർത്ഥം നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. നാളെ ഞാനും നിന്റെ നാടും ഈ മുളങ്കാടും. അതായത് പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ ഭൂമിയും എന്നെയും നിങ്ങളെ തന്നെയുമൊക്കെ ഈ നാട്ടുകാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കുന്ന ഒരു ദിവസം വരും. അതോടൊപ്പം തന്നെ ഈ മുളങ്കാടും ഈ പരിസരങ്ങളും ഈ പ്രകൃതിയും എല്ലാം കോർപ്പറേറ്റുകൾക്ക്, മുതലാളിത്വത്തിന്, മറ്റുള്ളവർക്ക് തീറെഴുതി കൊടുക്കുന്ന, ലേലമിട്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. NRCയും പൗരത്വവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലെ മനുഷ്യർ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ട, കുടിയിറക്കപ്പെടേണ്ടവരായി കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ അടിയറ വെക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ലക്ഷദ്വീപ് നിവാസികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കവിയുടെ, ഒരു കവിതയുടെ ഏറ്റവും വലിയ പ്രസക്തി. ഒരു കലാകാരൻ അങ്ങനെയുള്ളവനായിരിക്കണം. നാട് നേരിടുന്ന ഭീഷണിയോടൊപ്പം തന്നെ വരും കാലത്ത് ഈ നാട്ടിൽ കടന്നു വരാനിരിക്കുന്ന അരാജകത്വങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ കൂടി, കാലയെ കൂട്ടി ശബ്ദിക്കാൻ കൂടി സാധിക്കുന്നവനാണ് ഒരു യഥാർത്ഥ കലാകാരൻ. മലയാളത്തിന്റെ ഉത്തരാധുനിക കവി പവിത്രൻ തീക്കിനിയുടെ മതിലുകൾ എന്നൊരു കവിതയുണ്ട്. ആ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത് പരസ്പരം സൗഹാർദ്ദത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു നാട് ഇന്ന് എവിടെയെത്തി എന്നത് കൃത്യമായി വരച്ചു കാട്ടിക്കൊണ്ടാണ് മതിലുകൾ എന്ന കവിതയുള്ളത്. ആ കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: നിന്റെ വീടിന് ഞാൻ കല്ലെറിഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും അവിടത്തേക്ക് എത്തി നോക്കിയിട്ടില്ല. നിന്റെ തൊടിയിലോ മുറ്റത്തോ വന്നെന്റെ കുട്ടികളൊന്നും നശിപ്പിച്ചിട്ടില്ല. ചൊരിഞ്ഞിട്ടില്ല നിന്റെ മേൽ ഞാൻ ഒരു അപരാധവും. ചോദ്യം ചെയ്തിട്ടില്ല നിന്റെ വിശ്വാസത്തെ, തിരക്കിയിട്ടില്ല നിന്റെ കൊടിയുടെ നിറം. അടുപ്പരിയാത്ത ദിനങ്ങളിൽ വിശപ്പിനെ തന്നെ വാരി തിന്നപ്പോഴും ചോദിച്ചിട്ടില്ല നിന്നോട് കടം. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ട അയൽക്കാര, എന്തിനാണ് നമുക്കിടയിൽ പരസ്പരം കാണാനാകാത്ത വിധം ഇങ്ങനെയൊരെണ്ണം നീ കെട്ടിപ്പൊക്കിയത് എന്ന് മതിലുകൾ എന്ന കവിതയിലൂടെ പവിത്രൻ തീക്കുരി ചോദിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ കിടക്കുന്ന സൗഹൃദത്തോട് തന്റെ മൊബൈൽ ഫോണിൽ വീട്ടിലിരുന്ന് ചാറ്റ് ചെയ്യുന്ന സുഹൃത്ത് തന്റെ തൊട്ടടുത്ത അയൽവാസിയുടെ വേദനകൾ തിരിച്ചറിയുന്നില്ല എന്ന പുതിയ സാഹചര്യത്തിൽ, വീടുയരുന്നതിന് മുന്നേ മതിലുകൾ കെട്ടി ഉയർത്തപ്പെടുന്ന ഒരു പുതിയ സാഹചര്യത്തെ നോക്കിയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നലകളിലെ സൗഹാർദ്ദാന്തരീക്ഷത്തെ കുറിച്ചാണ് പവിത്രൻ തീക്കുനി തന്റെ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ, ഒരു പ്രാസംഗികൻ, ഒരു ചിത്രകാരൻ അങ്ങനെയുള്ളവനായിരിക്കണം. സമൂഹത്തിന്റെ ചുവരെഴുത്തുകളെ കൃത്യമായി നിരീക്ഷിക്കുകയും അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്നവരാണ് ഒരു യഥാർത്ഥ കലാകാരൻ. എന്നെ കേൾക്കുന്ന സാഹിത്യോത്സവ വേദിയിൽ പ്രതിഭാത്വം തെളിയിക്കാനെത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കലകളെ, നമ്മുടെ പ്രതിഭാത്വത്തെ, തന്റെ കഴിവിനെ സമൂഹത്തിനും നാടിനും വേണ്ടി ഉപയോഗപ്പെടുത്താനായിരിക്കണം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പുതിയ കാലം നൊമ്പരപ്പെടുത്തുന്നതാണ്. ഫാഷിസത്തിന്റെ കരാളഹസ്തങ്ങൾ മനുഷ്യർക്കു നേരെ നീണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തെ വിമർശിക്കുന്ന എഴുത്തുകാരെയും കലാകാരന്മാരെയും
ചിന്തകന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ അരുംകൊല ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകയായ ഗൗരി ലങ്കേഷും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരായിരുന്ന നരേന്ദ്ര ധബോൽക്കറും ഗോവിന്ദ് പൻസാരയും ഒക്കെ തങ്ങളുടെ ജീവിതം ഹോമിക്കപ്പെട്ടത് ഈ സമൂഹത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നുള്ളതാണ്, ഭരണകൂടത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. കോർപ്പറേറ്റുകളെയും ഭരണകൂടത്തെയും ചോദ്യം ചെയ്യുന്ന, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവനെ കരുംകൊല ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല. ചരിത്രത്തിന്റെ നാൾ വഴികളെ പരിശോധിച്ചു നോക്കിയാൽ 1000 കഥകൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. എഴുത്തുകാരോടും കലാകാരന്മാരോടും ഫാഷിസ്റ്റ് ഭരണകൂടം സ്വീകരിച്ച സമീപനം എന്താണ്? അഡോൾഫ് ഹിറ്റ്ലർ അധികാരമേറ്റതിനു ശേഷം തന്റെ രാജ്യത്തുള്ള എഴുത്തുകാരോട്, പണ്ഡിതന്മാരോട്, അക്കാഡമീഷ്യന്മാരോട് നാടുവിട്ടുപോകാനാണ് ആവശ്യപ്പെട്ടത്. എന്നു മാത്രമല്ല, അയൽ ദേശത്തേക്ക് പലായനം ചെയ്യുന്ന എഴുത്തുകാരെ പോലും വകവരുത്താനാണ് തന്റെ സൈനികരോട് അഡോൾഫ് ഹിറ്റ്ലർ ആവശ്യപ്പെട്ടത്. സ്വസ്ഥമായി രാജ്യം വിടാൻ പോലും അനുവദിക്കുന്നില്ല എങ്കിൽ ചരിത്രകാരന്മാരെ, കലാകാരന്മാരെ, സാഹിത്യകാരന്മാരെ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾ എത്രമാത്രം ഭയക്കുന്നുണ്ടാവും? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാലും അത്തരത്തിലുള്ള ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. പടപ്പാട്ടുകളും മാലപ്പാട്ടുകളും എഴുത്തുകളും പത്രങ്ങളും കണ്ടെത്തി അവയൊക്കെ നിരോധിച്ച ചരിത്രം കേരളക്കരയിൽ തന്നെ നമുക്കൊട്ടേറെ പറയാനുണ്ട്. ഇങ്ങനെ ഭരണകൂടത്തിന്റെ വൈകൃതങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരെയും ചിന്തകന്മാരെയും പണ്ഡിതന്മാരെയും മൂവ്മെന്റുകളെയും നിരോധിക്കുകയും അവരെ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ചരിത്രം ഫാഷിസത്തിന്റെ ഉത്ഭവം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഫാഷിസം ഭയപ്പെടുന്നതും അത്തരത്തിലുള്ളവരെയാണ്. അവരുടെ എഴുത്തുകളെ, അവരുടെ പാട്ടുകളെ, അവരുടെ പ്രഭാഷണങ്ങളെ, കലകളെ, വരകളെ അവർ അത്രമേൽ ഭയപ്പെടുന്നുണ്ട്. ഇവിടെ ഈ രാജ്യത്തിന്റെ ഉന്നമനം ആഗ്രഹിക്കുന്ന, നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന, സമൂഹത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഓരോ കലാകാരന്റെയും ദൗത്യം നാടിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി ഈ നാട് കട്ടുമുടിക്കാൻ കടന്നു വരുന്ന അധികാര കൊതിയന്മാരെ കൃത്യമായി ശബ്ദമുയർത്തുക എന്നുള്ളതാണ്. ഓരോ കലാകാരന്റെയും ദൗത്യം അതാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. SSFന്റെ കഴിഞ്ഞ 28 വർഷക്കാലത്തെ സാഹിത്യോത്സവങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്തത് നാടിനു വേണ്ടി ശബ്ദിക്കുന്ന ഒരു പറ്റം കലാകാരന്മാരെ, എഴുത്തുകാരെ, പ്രഭാഷകരെ സമൂഹത്തിന് സംഭാവന ചെയ്തു എന്നുള്ളത് ഇന്നലകളിൽ SSFന്റെ സാഹിത്യോത്സവങ്ങളുടെ ചരിത്രമാണ്. പ്രസ്ഥാന പ്രസിദ്ധീകരണങ്ങളിലെ എഴുത്തുകാരെയും പരിശോധിച്ചു നോക്കിയാൽ സാഹിത്യോത്സവങ്ങളിലൂടെ പ്രതിഭാത്വം തെളിയിച്ചവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. SSFന്റെ സാഹിത്യോത്സവങ്ങൾ എന്നും നന്മയുള്ള ബദലുകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മാപ്പിളപ്പാട്ടുകൾ മാപ്പില്ലാ പാട്ടുകളായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം, പെണ്ണിന്റെ പച്ചമേനിയെ വർണ്ണിക്കുന്നത് മാത്രമായി മാപ്പിളപ്പാട്ടുകൾ അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് SSF ഇസ്ലാമിക കലകളെയും മാപ്പിളപ്പാട്ടുകളെയും പുനരുജ്ജീവിപ്പിച്ചത്. SSFന്റെ സാഹിത്യോത്സവിലെ മത്സര ഇനങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ അത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ചുമരെഴുത്തും കാലിഗ്രഫിയും ചിത്രരചനയും പോസ്റ്റർ ഡിസൈനിങ്ങും ഡിജിറ്റൽ ഡിസൈനിങ്ങും എഴുത്തും വരയും പ്രസംഗവും വിവിധ ഭാഷകളിലൊക്കെയായി SSFന്റെ മത്സര ഇനങ്ങളാണ്. അത് സമൂഹത്തിന്റെ നാനാ മേഖലകളിലും ഇടപെടാൻ സാധിക്കുന്ന വിദ്യാർത്ഥിത്വത്തെ വാർത്തെടുക്കുക എന്നത് SSFന്റെ കൃത്യമായ ലക്ഷ്യങ്ങളിലൊന്നാണ്. നമുക്ക് നാടിനു വേണ്ടി ശബ്ദിക്കുന്ന, സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, അരുതായ്മകൾക്കെതിരെ നെഞ്ചുറപ്പോടെ പൊരുതുന്ന ഒരു പറ്റം തലമുറയെ വളർത്തിയെടുക്കുക എന്നത് ഒരു ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവാണ് കഴിഞ്ഞ 28 വർഷക്കാലമായി SSF തുടർച്ചയായി സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത്തരുണത്തിൽ ഈ വർഷത്തെ സാഹിത്യോത്സവം സംഘടിപ്പിക്കുകയാണ്. സമൂഹത്തിനും നാടിനും ഉപകരിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് SSF അമരമ്പലം സെക്ടർ സാഹിത്യോത്സവിൽ മത്സരിക്കാനെത്തിയ മുഴുവൻ പ്രതിഭകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രാസ്ഥാനിക നേതാക്കൾ, SSF നോർത്ത് സെക്ടറിലെ ഭാരവാഹികൾ, സഹപ്രവർത്തകർ, കൂട്ടുകാർ, എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. സാഹിത്യോത്സവ് അതിൻ്റെ സെക്ടർ തല ഉദ്ഘാടനത്തിൻ്റെ ഓൺലൈൻ സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
സാഹിത്യോത്സവം എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൂട്ടുകാർ അതിനെ മൂന്നാം പെരുന്നാൾ എന്ന ഓമന പേരിട്ടാണ് വിളിക്കാറുള്ളത്. അത് അത്രയും മാനസികമായി അതിനോട് അടുക്കുകയും അത്രയും സന്തോഷം നൽകുന്ന, അത്രയും ആവേശം നൽകുന്ന ഒരു SSFൻ്റെ മഹത്തായ പദ്ധതിയാണ് സാഹിത്യോത്സവം. വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ കഴിവുകൾ, പ്രസംഗിക്കാനും പാടാനും എഴുതാനും വരക്കാനും ഒക്കെയുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും അത് പരിപോഷിപ്പിക്കാനുമുള്ള വളരെ വിപുലമായ സംവിധാനമാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കേവലം ഒരു മത്സരത്തിൽ പങ്കെടുക്കുക, അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്ഥാനങ്ങൾ നേടുക, പിന്നെ മേൽഘടകങ്ങളിലേക്ക് മത്സരങ്ങൾക്ക് പോകുക എന്നതിലപ്പുറം വലിയ ഒരു സാമൂഹിക ദൗത്യം SSFൻ്റെ സാഹിത്യോത്സവം വഹിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഹിത്യം അതൊരു വരയാവട്ടെ, വരിയാവട്ടെ, വാക്കാവട്ടെ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ വികാരങ്ങളുടെ, വിചാരങ്ങളുടെ, അവൻ്റെ പ്രതിഷേധങ്ങളുടെ സൗന്ദര്യമായ ബഹിർഗമനമാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ അപ്പുറത്ത് അതിനൊരു മാരകമായ പ്രഹരശേഷിയുണ്ട്. ഒരു നാടിൻ്റെ സംസ്കാരത്തെ മാറ്റി എഴുതാൻ കഴിവുള്ള, ആ സമൂഹം നേരിടുന്ന ജീർണതകളെ, അനീതികളെ തുറന്നു കാട്ടാൻ കഴിവുള്ള, രാഷ്ട്രീയ തീരുമാനങ്ങളെ പോലും മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു നിശബ്ദമായ ആയുധം കൂടിയാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഈ സാംസ്കാരിക കൈരളിയുടെ 1/4 നൂറ്റാണ്ടിൻ്റെ അപ്പുറമായിട്ട് സാഹിത്യങ്ങളുടെ ഉത്സവം നടത്തി വരുന്ന SSF കേരളം കണ്ട ഏറ്റവും മികച്ച ധാർമ്മിക പ്രസ്ഥാനമാണ് SSF എന്ന് പറയുന്നത്. അമരമ്പലം സെക്ടർ SSF ഈ വർഷം നടത്തുന്ന സാഹിത്യോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു സംഘടനാ നേതാക്കൾ, SSFൻ്റെ കർമ്മനിരതരായ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 27 വർഷങ്ങളായി കേരളത്തിൻ്റെ എല്ലാ യൂണിറ്റുകളിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തിവരുന്ന വിദ്യാർത്ഥികളുടെ കലാബോധത്തെ ഉയർത്തിവരാനും അവരെ ധാർമ്മിക പാതയിലേക്ക് കൊണ്ടുവരാനും ഊന്നിക്കൊണ്ടുള്ള സാഹിത്യോത്സവങ്ങൾ നമ്മുടെ സുന്നി കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിൽ പൊതുവെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടിൽ വിദ്യാർത്ഥികളുടെ കലാബോധം ഏത് രൂപത്തിലായിരിക്കണം, അതല്ലെങ്കിൽ അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം അവരുടെ ജീവിത രീതി ചിട്ടപ്പെടുത്തണം എന്ന ആത്മാർത്ഥമായ ലക്ഷ്യത്തിലൂന്നിക്കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് നേതൃത്വം ആവിഷ്കരിച്ച ഈ പദ്ധതി ഈ പദ്ധതി എത്രത്തോളം അതിൻ്റെ ലക്ഷ്യം കൈവരിച്ചു എന്ന് നമുക്ക് നമ്മുടെ ധാർമ്മിക സാമൂഹിക മണ്ഡലങ്ങളിൽ ചികഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ നമ്മുടെ കലാലയങ്ങളിൽ, ഭൗതിക കലാലയങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നടന്നു വരുന്ന യൂത്ത് ഫെസ്റ്റിവലുകളിലും മറ്റു കലാ പരിപാടികളും വിദ്യാർത്ഥികളുടെ ധാർമ്മിക മൂല്യം ഉൾപ്പെടാത്ത, അതല്ലെങ്കിൽ അവരുടെ കലാവാസനകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അത് കേവലം ആസ്വാദനത്തിലേക്കും മാനസിക ഉല്ലാസത്തിലേക്കും നീങ്ങുന്ന രൂപത്തിലാണ് നാം കണ്ടുവരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘടനാ നേതൃത്വം ആവിഷ്കരിച്ച ഈ സാഹിത്യോത്സവങ്ങൾ വിദ്യാർത്ഥികളുടെ കലാബോധവും അവരുടെ സാഹിത്യ വാസനയും ഉയർത്തുന്നതോടൊപ്പം തന്നെ ധാർമ്മികത എന്നൊരു ഏറ്റവും വളരെ മർമ്മപ്രധാനമായ മനുഷ്യ സമൂഹത്തിന്റെ മർമ്മപ്രധാനമായ ഒരു ധാർമ്മിക ബോധം, ധാർമ്മിക മൂല്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അൽഹംദുലില്ലാഹ്. ഏതായാലും ഈ
വേദിയിൽ ഈ അമരമ്പലം നോർത്ത് സെക്ടർ SSFന്റെ സാഹിത്യോത്സവ് നമ്മുടെ വേദികളിൽ പല ഓൺലൈനായി ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും കേരള മുസ്ലിം ജമാഅത്ത് അമരമ്പലം സർക്കിളിന്റെ പേരിൽ ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ അമരമ്പലം നോർത്ത് സെക്ടറിൻ്റെ സമുന്നതരായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും പ്രാസ്ഥാനിക നേതൃത്വം, പ്രിയപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സമുന്നതരായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, 28ാമത് സെക്ടർ സാഹിത്യോത്സവിൻ്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന സംഗമത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. വർഷാവർഷങ്ങളിൽ സർഗവസന്ത പേമാരി പെയ്തിറങ്ങുന്ന കൈരളിയുടെ മണ്ണിന് പ്രായം 28 പിന്നിട്ടിരിക്കുകയാണ്. 1993 ആരംഭിച്ച സാഹിത്യോത്സവ് നീണ്ട 28 കാലം കൈരളിയുടെ മണ്ണിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നത് സമുന്നതരായിട്ടുള്ള അറിയപ്പെടുന്ന ഒരുപാട് എഴുത്തുകാരെയും പ്രാസംഗികരെയും കഥാകാരന്മാരെയൊക്കെയാണ്. സമൂഹത്തിൽ സാഹിത്യങ്ങൾക്ക് അധർമ്മത്തിൻ്റെയും അശ്ലീലതയുടെയും പണക്കൊഴുപ്പിൻ്റെയും മുഖം നൽകുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി തികച്ചും ധാർമ്മികപരമായിട്ടുള്ള മറുമുഖം സമ്മാനിച്ചുകൊണ്ടാണ് SSF കഴിഞ്ഞ 28 വർഷക്കാലം കേരളത്തിൻ്റെ മണ്ണിൽ സാഹിത്യോത്സവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കലോത്സവ വേദികളിൽ പണക്കൊഴുപ്പുള്ളവനും സ്വാധീനമുള്ളവനും മാത്രം അരങ്ങ് തകർക്കുമ്പോൾ തികച്ചും പ്രതിഭാധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ എല്ലാ കഴിവിനെയും അംഗീകാരം നൽകിക്കൊണ്ട് SSF സാഹിത്യോത്സവിലൂടെ മറുബദൽ സൃഷ്ടിക്കുകയാണ്. മറുഭാഗത്ത് ഭരണകൂട ഫാസിസ നടപടികൾക്ക് വിധേയപ്പെട്ട് എഴുത്തുകാരും കലാകാരന്മാരും പ്രതിഭകളും അവരുടെ വായ മൂടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക്, ദാരുണമായൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് SSF എന്ന് പറയുന്ന ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം പുതിയ സാഹിത്യ ബദലുകൾ തീർക്കുന്നത്. കോവിഡിൻ്റെ മഹാമാരി ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കി വിദ്യാർത്ഥികളെല്ലാം അവരുടെ വീടുകളിൽ അടച്ചിടപ്പെട്ട ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ഓൺലൈൻ ഗെയിമുകളിലും മറ്റു വീഡിയോകളിലും സമയം കൊല്ലുമ്പോൾ അവരിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ, സർഗസിദ്ധികളെ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് SSF ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വീടകങ്ങളിലെ ഫാമിലി സാഹിത്യോത്സവം മുതൽ ബ്ലോക്ക് സാഹിത്യോത്സവവും യൂണിറ്റ് സാഹിത്യോത്സവവും കഴിഞ്ഞാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ സെക്ടർ സാഹിത്യോത്സവിലെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് സെക്ടർ സാഹിത്യോത്സവ് വിജയിച്ച് ഡിവിഷൻ സാഹിത്യോത്സവിലും അവിടുന്ന് ജില്ലാ സാഹിത്യോത്സവിലും സംസ്ഥാന സാഹിത്യോത്സവിലടക്കം മാറ്റുരക്കാൻ പ്രിയപ്പെട്ട പ്രതിഭകൾക്ക് റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കലാപ്രതിഭകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന ഈ ഒരു സർഗസിദ്ധികളെ പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ആക്കി തീർക്കുവാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കഠിന പരിശ്രമം അത്യാവശ്യമാണ്. വിശേഷിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എഴുത്തുകാരൻ്റെ പേന പോലും വലിയ ആയുധമായി കാണുന്ന ഒരു ഭരണകൂട സംവിധാനത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റുകൾക്കെതിരെ നമുക്ക് ഏറ്റവും വലിയ ആയുധമായി ഇന്ന് പേനയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ആ പേനയെ ആയുധമാക്കിക്കൊണ്ട് നമ്മളിൽ അന്തർലീനമായി കിടന്ന ആ ഒരു കഴിവുകളെ പുറത്തെടുത്തുകൊണ്ട് അത് പറയാനാവട്ടെ, പാടാനാവട്ടെ, വരക്കാനാവട്ടെ, രചിക്കാനാവട്ടെ, എന്താണോ നമ്മളിലുള്ളത് ആ കഴിവിനെ നമ്മൾ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറാ ഗുഹയിൽ ധന്യനായിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ളത്. അവിടെ വായനയുടെ വലിയ ഒരു സന്ദേശമാണ്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ലോകത്തിന് പകർന്നു നൽകുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നവ മാത്രമാണ് നമ്മൾ വായിക്കേണ്ടതെന്നുള്ളതാണ്. അഥവാ അശ്ലീലതകളോ മറ്റു അധാർമികതയിലേക്ക് പോകുന്ന വായനകളോ നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന, നമുക്ക് വിജ്ഞാനങ്ങൾ വർദ്ധിക്കുന്ന ഏത് വായനകളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വായനകളും അത്തരം ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എഴുത്തുകളുമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. ഇൻഷാ അള്ളാഹ് ഈ സാഹിത്യോത്സവിൽ മാറ്റിവെക്കുന്ന മുഴുവൻ പ്രതിഭകളെയും ഡിവിഷൻ സാഹിത്യോത്സവിൽ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന ഒരു പ്രാർത്ഥന മുഴുവൻ ആളുകൾക്കും ആശംസയായി അറിയിച്ചുകൊണ്ട് എൻ്റെയും നിലമ്പൂർ ഡിവിഷൻ കമ്മിറ്റിയുടെയും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.